അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉസ്താദേ, ജീവിതകാലം മുഴുവനും മരണം വരെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ ഏത് സൂറത്താണ് പതിവാക്കേണ്ടത്? പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ഓരോ സൂറത്തുകൾക്കുള്ള മഹത്വങ്ങൾ വെവ്വേറെയാണ്. ഇന്ന സൂറത്ത് ഓതിയാൽ ഇന്ന നേട്ടങ്ങൾ, ഇന്ന ആവശ്യങ്ങൾ, ഉദ്ദേശങ്ങൾ നിറവേറുമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഐശ്വര്യത്തോടുകൂടെ ജീവിക്കാൻ പതിവാക്കേണ്ട സൂറത്ത് ഏതാണ് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്. സൂറത്തു ശറഹ് അഥവാ സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് ലക സദ്റക. ഈ സൂറത്ത് അറിയാത്തവർ, ഈ സൂറത്ത് കാണാതെ പഠിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ സൂറത്താണ് സൂറത്തു ശറഹ്, സൂറത്തുൽ ഇൻശിറാഹ്. സൂറത്തുൽ ഇൻശിറാഹിന്റെ മഹത്വങ്ങൾ, നേട്ടങ്ങൾ, ഗുണങ്ങൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഒരുപാട് കാണാൻ സാധിക്കും. ഓരോ മുഫസ്സിരീങ്ങളും സൂറത്തു ശറഹിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 മഹത്വങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. വമൻ തഅവമ അലാ ഖിറാഅത്തിഹാ അഖിബ സ്വലവാത്തിൽ ഖംസ്. ഒരാൾ 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ഉടനെ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്ത് പതിവാക്കിയാൽ റസഖഉല്ലാഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു ഐശ്വര്യം നൽകും, റിസ്ക് നൽകും, സമ്പത്ത് നൽകും, മക്കളെ നൽകും, വീട് നൽകും, വാഹനം നൽകും, പണം നൽകും, ജീവിക്കാൻ ആവശ്യമായ എല്ലാം അല്ലാഹു നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലയ്ക്ക് കാര്യങ്ങളൊക്കെയും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ആവശ്യമായ സമ്പത്ത്, പണം അവന്റെ മുമ്പിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കും. ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു മാസം ഓതുന്ന ആളുകൾക്കല്ല ഈ ഭാഗ്യം ലഭിക്കുന്നത്. മന്ദാവമ പതിവാക്കിയാൽ, അതും ഒരു വഖ്ത് നിസ്കാരത്തിന് ശേഷമല്ല, അഖിബസ് സ്വലവാത്തിൽ ഖംസ് 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ഉടനെയുള്ള ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, ദുആകൾ കഴിഞ്ഞ ഉടനെ എത്ര വട്ടം ഓതണം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ചുരുങ്ങിയ നിലക്ക് ഒരു വട്ടമെങ്കിലും ഓതണം. അള്ളാഹു നമുക്ക് പതിവാക്കുവാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇനി മറ്റൊരു രൂപം മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഐശ്വര്യം ലഭിക്കാൻ മറ്റൊരു രൂപം മഹാന്മാര് നമ്മെ പഠിപ്പിച്ചത്, ഒമൻ ഖറഅഹാ ദുബറ കുല്ലി സ്വലാത്തി മക്തൂബ 40 മറ. ഒരാള് സൂറത്തു ശറഹ്, അലം നശ്റഹ് ലക സദ്റക സൂറത്ത് ഫർദ് നിസ്കാരങ്ങൾക്ക് ഉടനെ 40 മറ 40 വട്ടം ഓതിയാൽ സബഅത അയ്യാമിൻ മുതവാലിയ, തുടരെ 7 ദിവസം എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ഉടനെ ശേഷം 40 വട്ടം 7 ദിവസക്കാലം ഓതിയാൽ അല്ലാഹു ഐശ്വര്യം നൽകും. ബിലാ ശക്കിൻ, അതൊരു സംശയം വേണ്ട. വലാ ശുബ്ഹ, ഒരു സംശയത്തിനും ഇടവരാത്ത നിലക്കാണ് മഹാന്മാര് പറഞ്ഞത്. 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ഉടനെ 40 വട്ടം കൃത്യമായി 7 ദിവസക്കാലം തുടരെ ഓതിയാലാണ് ഈ വലിയ ഭാഗ്യം ലഭിക്കുന്നത്.
ഐശ്വര്യം അല്ലാഹു നൽകും. എത്രയും പെട്ടെന്ന് അല്ലാഹു കടമുണ്ടെങ്കിൽ വിട്ടാനുള്ള മാർഗങ്ങൾ, അതിന്റെ വഴികൾ എളുപ്പമാക്കി തരും. എന്തൊക്കെ ആവശ്യമുണ്ട് ജീവിതത്തിൽ അതൊക്കെയും അല്ലാഹു നൽകും. ഇങ്ങനെ ഓതാൻ സാധിക്കണം. മഹാന്മാര് പറഞ്ഞ ഷർത്ത് എന്താണ്? 7 ദിവസക്കാലം ഓരോ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം 40 വട്ടം ഓതാൻ കഴിയണം. ചില ആളുകൾ ഇത് തുടങ്ങും, ഒരു ദിവസം 2 ദിവസം ചെയ്യും, 3 ദിവസം മടുക്കും, മറന്നുപോകും. ഇത് 7 ദിവസക്കാലം ഇങ്ങനെ ചെയ്താൽ വലിയ ഫലമാണ് ലഭിക്കുന്നത്. ടെൻഷന് മാറാൻ, ദുഃഖങ്ങൾ നീങ്ങാൻ, പ്രതിസന്ധികൾ നീങ്ങിക്കിട്ടാൻ, രോഗങ്ങൾ മാറാൻ, മനസ്സമാധാനം ലഭിക്കാൻ പതിവാക്കേണ്ട ഒരു സൂറത്താണ്. വഖാല ബഅദുഹും, ചില മഹാന്മാര് പറഞ്ഞത് തിലാവത്തു തയ്സീറുർ റിസ്ഖ് വതശ്റഹു സ്വദ്ർ തുദ്ഹബുൽ ഉസ്ർ. മനസ്സമാധാനം ലഭിക്കും, മനസ്സമാധാനം ഇഷ്ടപ്പെട്ടവർ, വതദ്ഹബുൽ ഉസ്ർ, ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടും. ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. എപ്പോഴും നല്ല മനസ്സമാധാനം ഉണ്ടാവും. മനസ്സമാധാനം ഇഷ്ടപ്പെട്ട ഒരു കാര്യത്താണ് നാം ഇപ്പോൾ ഉള്ളത്. അധിക ആളുകൾക്കും നാം സംസാരിക്കുമ്പോൾ പറയും, ഉസ്താദേ വല്ലാത്ത ദുഃഖത്തിലാണ്, പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്, ടെൻഷനിലാണ്. എല്ലാ ആളുകളും പറയുന്നത് തന്നെയാണ്. റാഹത്ത്, സന്തോഷം, അൽഹംദുലില്ലാ എന്ന് പറയുന്നവർ വളരെ കുറവാണ്. സൂറത്തു ശർഹ് പതിവാക്കുക. സൂറത്തു ശറഹ്, അലം നശ്റഹ് ലക സദ്റക, നബിയേ അങ്ങക്ക് നല്ല സമാധാനം, നബിയെ നിങ്ങളുടെ ഹൃദയം, മനസ്സ് വിശാലമാക്കി തന്നില്ലയോ എന്നാണ് അള്ളാഹു ചോദിച്ചത്. നിങ്ങൾ എന്തിനു ഭയപ്പെടണം, എന്തിനു പേടിക്കണം? നിങ്ങൾ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഞാൻ മാറ്റിയിരിക്കുന്നു. അലം നശ്റഹ് ലക സദ്റക, അലം നശ്റഹ് ലക സദ്റക വളഅനാ അൻക വിദ്റക, നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഞാൻ ഇറക്കി തന്നിരിക്കുന്നു. വറഫഅനാ ലക ദിക്റക, നിങ്ങളുടെ സ്ഥാനം നാം ഉയർത്തിയിരിക്കുന്നു. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു ബുദ്ധിമുട്ടിന്റെ ഉടനെ ഒരു എളുപ്പമുണ്ടാകും. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഒരു എളുപ്പമുണ്ടാകും. ഒരു സന്തോഷം ഉണ്ടായാൽ ഒരു ദുഃഖം ഉണ്ടാകും. അതാണ് ദുന്യവിയായ ജീവിതം. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഒരു സൂറത്തു ശറഹ് പതിവാക്കുക. നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു വട്ടമെങ്കിലും ഓതാൻ സമയം കണ്ടെത്തുക. ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനിയും ഒരുപാട് സൂറത്തു ശറഹിന്റെ മഹത്വങ്ങളും മുഫസ്സിരീങ്ങൾ തഫ്സീറിന്റെ കിതാബുകൾ തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോയിൽ ആ കാര്യങ്ങൾ പറയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഇസ്സത്തോടെ, ഐശ്വര്യത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.